ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ LSTS പരീക്ഷ നവംബറിലാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പൊ അതിന്റെ പരീക്ഷാ തീയതി നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടറിൽ കൃത്യമായിട്ട് LSTS പരീക്ഷ എപ്പോൾ നടക്കുന്നു, എത്ര ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട്, അതുപോലെ നമുക്ക് എത്ര പരീക്ഷ, ഒരു ദിവസം തന്നെയാണോ പരീക്ഷ എന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിവായിട്ടുണ്ട്. അപ്പൊ LSTS പരീക്ഷ, അതായത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ സെക്രട്ടറി ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, അല്ലെങ്കിൽ LSTD അല്ലെങ്കിൽ LSTS എന്ന് നമ്മൾ പറയുന്ന ഈ പരീക്ഷ നവംബർ മാസം നടക്കുകയാണ്. ഇതാണ് പരീക്ഷാ തീയതി. എപ്പോഴാണ് പരീക്ഷാ തീയതി എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാം, 9/11/2024. 9/11/2024 എന്ന് പറയുമ്പോ നവംബർ 9-ാം തീയതി. നവംബർ 9-ാം തീയതി നമ്മുടെ സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന, മുനിസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ LSGS ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള ആ ഒരു പരീക്ഷ, മെയിൻ എക്സാം 571/2023 കാറ്റഗറി നമ്പറിലുള്ള ഈ ഒരു മെയിൻ പരീക്ഷ നവംബർ 9-ാം തീയതി നടക്കുകയാണ്. രണ്ട് പരീക്ഷകളാണ്, പേപ്പർ 1-ഉം പേപ്പർ 2-ഉം. പേപ്പർ 1-ഉം പേപ്പർ 2 എന്നിങ്ങനെ രണ്ട് പരീക്ഷകളാണ് നവംബർ 9-ാം തീയതി നടക്കുന്നത്. ഇനി കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്ന തീയതി വ്യക്തമായി മനസ്സിലാക്കുക. പരീക്ഷ 9-ാം തീയതി ആണെങ്കിൽ ഹോൾ ടിക്കറ്റ് 26/10/2024, അതായത് ഒക്ടോബർ 26-ന് ഈ ഒരു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. 9-ാം തീയതി നവംബർ 9-ന് പരീക്ഷ, ഒക്ടോബർ 26-ന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. അതായത് പരീക്ഷ നോക്കാം. പേപ്പർ 1 OMR പരീക്ഷയാണ്, 100 മാർക്കിന്റെ OMR പരീക്ഷ. പേപ്പർ 2 OMR പരീക്ഷയാണ്, 100 മാർക്കിന്റെ OMR പരീക്ഷ. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കുക. പേപ്പർ 1 പാർട്ട് 1, 2, 3 എന്നിവ ഇംഗ്ലീഷിലും മലയാളത്തിലും, പാർട്ട് 4 ഇംഗ്ലീഷിലുമാണ്. പാർട്ട് 5 മലയാളത്തിൽ തന്നെ ആയിരിക്കും. പാർട്ട് 2 ഇംഗ്ലീഷും ആൻഡ് മലയാളം എന്നിങ്ങനെയാണ് ഉള്ളത്. പേപ്പർ 1-ന് 1.5 മണിക്കൂറാണ് സമയദൈർഘ്യം. പേപ്പർ 2-നും 1.5 മണിക്കൂർ തന്നെയാണ്. ആകെ 35,710 പേരാണ് മെയിൻ പരീക്ഷ എഴുതുന്നത്. 35,710 പേരാണ് ഈ ഒരു മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ പരീക്ഷ എഴുതാൻ ക്വാളിഫൈ നേടിയ 35,710 പേരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓർക്കുക, നവംബർ 9-ാം തീയതിയാണ് പരീക്ഷ. അതൊരു ശനിയാഴ്ചയാണ്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് പരീക്ഷ നടത്തപ്പെടും. രാവിലെയും ഉച്ചയ്ക്കുമായിട്ടായിരിക്കും പരീക്ഷ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലായി. നവംബർ 9-ആണ് ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനി അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഓഗസ്റ്റ് ആണ്. സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2 മാസം, 30, 30, 61, ഏകദേശം ഒരു 65 ദിവസം എന്ന് നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ ഒരു 70 ദിവസം, റൗണ്ട് ആക്കി 70 ദിവസം ആയിക്കോ. 70 ദിവസം നമ്മുടെ മുന്നിലുണ്ടെന്ന് കണക്കാക്കുക. ആ 70 ദിവസം കൊണ്ട് കൃത്യതയോടെയുള്ള പഠനം മാത്രമേ ഇനി വിജയത്തിലേക്ക് എത്തിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണെന്ന് ഓർക്കുക. മറ്റ് PDF നോട്ടുകൾക്കും ഓഡിയോ ക്ലാസ്സുകൾക്കും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിന്റെ പേര്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അതിൽ ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.